ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്യർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ. സാറ ഗോൾഡൻ ഡയമണ്ട്സ്, CPA ജംഗ്ഷൻ, എടവണ്ണ. ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല. സിഗ്മ ഷോറൂം സന്ദർശിക്കൂ. സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി, എടവണ്ണ, എടവണ്ണപ്പാറ, അരീക്കോട്, മഞ്ചേരി, നിലമ്പൂർ. ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്. സിംഗപ്പൂർ, രാജ്കോട്ട് ആന്റിക്, എത്നിക് മോൾഡഡ് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ്. ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. പ്രളയ ദുരിത ബാധിതർക്ക് 7 വർഷമായിട്ടും നഷ്ടപരിഹാരം ലഭിച്ചില്ല. ഇരകൾ PK ബഷീർ MLA കണ്ടു. രേഖകൾ കാണാനില്ലെന്നും ഇവർക്ക് വീടുകൾക്ക് അവകാശമില്ലെന്നുമുള്ള വിചിത്ര നിലപാടുമായി നിലമ്പൂർ താലൂക്ക് അധികൃതർ രംഗത്ത് വന്നതോടെയാണ് ഇരകൾ MLA കണ്ടത്. അർഹതപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം നിഷേധിക്കുന്നതിനെതിരെ PK ബഷീർ MLA രംഗത്ത് വന്നു. റവന്യൂ വകുപ്പിനും ജിയോളജി വകുപ്പിനുമെതിരെ രൂക്ഷ വിമർശനമാണ് MLA നടത്തിയത്. കലക്ടറെ കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ടെന്നും ഇവർക്ക് നഷ്ടപരിഹാരം ലഭിക്കാനുള്ള ശക്തമായ ഇടപെടൽ നടത്തുമെന്നും MLA പറഞ്ഞു. മാർച്ച് 6 മുൻപ് തന്റെ സാന്നിധ്യത്തിൽ കലക്ടറേറ്റിൽ കലക്ടർ, ഇരകൾ, റവന്യൂ, ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുക്കുന്ന യോഗം ചേരും. നിയമസഭയിൽ അടിയന്തരമായി ഈ വിഷയം അവതരിപ്പിക്കും. അർഹതപ്പെട്ട ഈ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം വൈകുന്നതിൽ റവന്യൂ മന്ത്രിയെ നേരിൽ കണ്ട് പ്രതിഷേധം അറിയിക്കും. ഇവർക്ക് നഷ്ടപരിഹാരം നൽകാമെന്ന് റവന്യൂ മന്ത്രി മുൻപ് ഉറപ്പു നൽകിയതാണ്. ഏതു സമയത്തും പ്രളയ ദുരന്തം ഉണ്ടാവാൻ സാധ്യതയുള്ള മേഖലയിൽ കഴിയുന്ന കുടുംബങ്ങൾക്ക് നീതി നിഷേധിക്കുന്നതിന്റെ കാരണം റവന്യൂ അധികൃതർ വ്യക്തമാക്കണമെന്നും MLA പറഞ്ഞു. ഇതില് എന്താ വിഷയം എന്ന് വെച്ചാൽ, ഇതിപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാം ചെട്ടിയാമ്പാറയിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തങ്ങൾ. ആ ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ ആദ്യഘട്ടത്തിൽ കുറച്ച് ആളുകൾക്ക് 10 ലക്ഷം റുപ്യ അവിടെ വാസയോഗ്യമാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് കുടുംബങ്ങൾക്ക് 10 ലക്ഷം റുപ്യ കൊടുത്തു. അവസാനം പിന്നെ 6 കുടുംബങ്ങൾ ബാക്കിയായി വന്നു. ആ 6 കുടുംബങ്ങൾ അവിടുന്ന് മാറി താമസിക്കാൻ തയ്യാറായി. അങ്ങനെ അവരുടെ ഒരു പ്രപ്പോസൽ അയച്ചു. ഇപ്പോഴല്ല, ഒരു 4.5 കൊല്ലം മുമ്പ്. ആ 4.5 കൊല്ലം കഴിച്ചിട്ട് അതിങ്ങനെ മെല്ലെപ്പോക്കായി അവർ വന്ന് റീബിൽഡിൽ കൊടുത്തിട്ടുണ്ട്, വരും എന്നൊക്കെ പറഞ്ഞു നിർത്തി. അവസാനം നിലമ്പൂർ താലൂക്ക് ഓഫീസിൽ തഹസിൽദാർ സാന്നിധ്യത്തിൽ MLA തന്നെ ഒരു മീറ്റിംഗ് വിളിപ്പിച്ചു. അങ്ങനെ ആ ഫയലുകൾ ഒക്കെ അന്ന് എടുത്തിട്ട് മലപ്പുറത്തേക്ക് ഡിസാസ്റ്ററിൽ അയച്ചിട്ട് ഡിസാസ്റ്ററിൽ പിന്നെ അവിടെ ഒരു മീറ്റിംഗ് കൂടിയതിനു ശേഷം അത് തിരുവനന്തപുരത്തേക്ക് അയച്ചിട്ട് പിന്നെ ഒരു ഇതിന് റിപ്പോർട്ടിന് വീണ്ടും വന്നു. ഏതാ റിപ്പോർട്ട്? ഒരു പേപ്പർ അയച്ചാൽ, ദുരന്തത്തിൻ്റെ പേപ്പർ അയച്ചാൽ സർക്കാരിൻ്റെ മെല്ലെപ്പോക്കെ ഞാൻ പറഞ്ഞത് 6 മാസം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ റിപ്പോർട്ട് വയ്ക്കുക. അത് MLA ഇടപെട്ടിട്ട് കേട്ട് 6 മാസം കഴിഞ്ഞിട്ട് പിന്നെ ജിയോളജിക്ക് കൊടുക്കണം. പിന്നെ അവൻ 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് മലപ്പുറത്തെ ജിയോളജിക്കാർ റിപ്പോർട്ട് എടുക്കുന്നത്. എന്നിട്ട് എന്താ പറഞ്ഞത്? താൽക്കാലികമായിട്ട് മാറ്റി താമസിപ്പിച്ചാൽ മതിയെന്ന്. എന്താ ഇവരിങ്ങനെ വർഷക്കാലത്ത് ഇങ്ങനെ 3 മാസം അവിടെയും 3 മാസം അഭയാർത്ഥികളായി താമസിക്കാനാണ്? ഇതിന് ഉദ്യോഗസ്ഥന്മാരെ ഇല്ല. ഇതിന് നിലമ്പൂർ താലൂക്ക് ഓഫീസിലാണ് ഏറ്റവും വലിയ വീഴ്ച. അതേപോലെ മലപ്പുറത്തും ഞാൻ അവസാനം നിരന്തരമായിട്ട് ഈ എഫക്റ്റഡ് പാർട്ടി ഇവരും പാലക്കുളം നിങ്ങളും ഒക്കെ ബന്ധപ്പെട്ടിട്ട് ഞാൻ ഇപ്പം 4 ദിവസം മുമ്പ് ജില്ലാ കലക്ടറെ കണ്ടു. ഞാൻ പറഞ്ഞ ആ പ്രൊപ്പോസൽ എവിടെ? നിങ്ങൾ ഇവിടുന്ന് അയച്ചിട്ട് കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതിനൊരു തീരുമാനം ഉണ്ടാകണം എന്നാണ്. ഇപ്പം ഇപ്പം ഇങ്ങ് വന്നു. ഇന്നിപ്പോൾ ഡെപ്യൂട്ടി കലക്ടർ അൻവർ സാദത്തിനെ വിളിച്ചു. അപ്പോൾ പറഞ്ഞു വേഗം ഇതാക്കാറ്. ഞാൻ പറഞ്ഞ ഫയൽ അറിയണ്ടേ? അതിൽ ഏറ്റവും വലിയ കർഷകർ അമ്മച്ചി ഉണ്ടായിരുന്നു, അവർ മരിച്ചുപോയി. അവർ പല പ്രാവശ്യം ആ താലൂക്ക് ഓഫീസിൻ്റെ മുകളിലേക്ക്, അന്ന് താഴത്തായിരുന്നു താലൂക്ക് ഓഫീസ്, എവിടെ ജ്യോതിപ്പടിക്കൽ, അവിടെ അന്ന് അവർ അങ്ങോട്ട് കയറും. എന്നിട്ടും ഒരു കരുണ ഉദ്യോഗസ്ഥന്മാർക്കില്ല, സർക്കാരിനും ഇല്ല. ഒക്കെ പ്രസ്താവനയാണ്. പൈസ 1000 കോടി രൂപ റീബിൽഡിന് കൊടുത്തിട്ടുണ്ട്, അങ്ങനെ കൊടുത്തിട്ടുണ്ട്. എന്നാണെങ്കിൽ 6 കുടുംബത്തിന് 10 ലക്ഷം രൂപ 60 ലക്ഷം രൂപ എഫക്റ്റഡ് പാർട്ടിയാണല്ലോ. ആരെങ്കിലും സ്വന്തം നാട്ടിൽ നിന്ന് മാറി താമസിക്കാൻ തയ്യാറാവുമോ? ഇതെന്തുകൊണ്ടാണ്? നിവൃത്തികേട് കൊണ്ട്. ഒരു ദുരന്തം ഇനി അനുഭവിക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട്. അതുകൊണ്ട് അവർ മാറാൻ താമസിച്ചു. റാമിൽ ഇല്ലെങ്കിൽ മാർച്ചിലെ അസംബ്ലിയിൽ ഞാൻ വരും ഗൗരവമായി അന്വേഷിച്ച തീരുമാനം ഉണ്ടാക്കും. യോഗം കളക്ടറേറ്റിൽ ഒരു യോഗം വിളിക്കുക. എന്താ ഇപ്പോൾ അതിനും കാര്യങ്ങളും എന്താണ് ഇതിൻ്റെ അവസ്ഥ, എവിടെയാണ് ഇതിൻ്റെ തകരാറെന്ന് അറിയാലോ. പിന്നെ എന്താ വെച്ചാൽ മാറി ഓരോ തഹസിൽദാർമാർ വരും. അവർക്ക് ഓരോരുത്തർ നമുക്കങ്ങനെ ആഴ്ചക്ക് ആൾ മാറുന്നതിനനുസരിച്ച് ഇവന് ഈ ഫയൽ എടുത്ത് കൊടുക്കാൻ കഴിയുമോ? അതിന് ബന്ധപ്പെട്ട സെക്ഷനിലും ഉണ്ട് അതിൻ്റെ തകരാറുകൾ. ചാലിയാർ പഞ്ചായത്തിലെ ആനക്കുളത്താണ് 2018 ഉരുൾപൊട്ടലിനെ തുടർന്ന് 6 കുടുംബങ്ങളുടെ വീടുകൾ ഭാഗികമായി തകർന്നത്. ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്യർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ്, എടവണ്ണ. സാറ ഗോൾഡൻ ഡയമണ്ട്സ്, CPA ജംഗ്ഷൻ, എടവണ്ണ.
ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല. സിഗ്മ ഷോറൂം സന്ദർശിക്കൂ. സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി, എടവണ്ണപ്പാറ, അരീക്കോട്, മഞ്ചേരി, നിലമ്പൂർ. ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്. സിംഗപ്പൂർ, രാജ്കോട്ട് ആന്റിക്, എത്നിക് മോൾഡഡ് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ്. ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ.